ഇന്ത്യക്ക് കൂടുതൽ കരുത്തേകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ചർച്ചയാവുകയാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സാധാരണക്കാരന് ആശ്വാസമേകുന്നതാണ്. സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത്. സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും തുണിത്തരങ്ങൾക്കും ലെതർ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ വില കാര്യമായി കുറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതോടെയാണ് ഇവയ്ക്ക് വില കുറയുന്നത്. അതേപോലെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് എന്നതും എടുത്തു പറയണം. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഈട് രഹിത വായ്പ നൽകും. ഇതിനായിട്ട് 100 കോടി രൂപ വരെയുള്ള വായ്പകൾ പ്രാപ്തമാക്കുന്നതിനുള്ള പുതിയ ഗ്യാരണ്ടി പ്ലാനുകൾ കൊണ്ടുവരും. MSMEകൾക്ക് ബാങ്ക് വായ്പ സുഗമമാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. അതേപോലെ തന്നെ ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പണമിടപാടിന് നികുതിയില്ല എന്നതും എടുത്തു പറയണം. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനവും ഈ ബജറ്റിലുണ്ട്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 ആക്കിയിട്ടുണ്ട്. 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 ആക്കിയിട്ടുണ്ട്. അതേപോലെ 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതിയുണ്ട്. 10 മുതൽ 12 ലക്ഷം വരെ 15% നികുതി. 12 മുതൽ 15 ലക്ഷം വരെ നോക്കുകയാണെങ്കിൽ 20% നികുതിയുള്ളത്. 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി. അതേപോലെ ബജറ്റിൽ പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഇനിയും ഉയരും. ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. മൊബൈൽ ഫോണിനും ചാർജറിനും വില ഇനി കുറയും. മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുമെന്ന് മനസ്സിലാക്കണം. കർഷകർക്കുള്ള ധനസഹായം 6,000 രൂപയായിട്ട് തുടരും. പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കുമെന്നും പറയുന്നുണ്ട്. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾ കൂടി കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. GST റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 3ാം തവണയും നരേന്ദ്രമോദി സർക്കാരിനെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിലേക്ക് കടന്നത്. ജനങ്ങൾ മോദി സർക്കാരിൽ അചഞ്ചലമായ വിശ്വാസം രേഖപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. സർക്കാരിന്റെ നയങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും അംഗീകാരവും ജനങ്ങൾ നൽകിയതുകൊണ്ടാണ് 3ാം തവണയും അധികാരത്തിലെത്തിയതെന്നും ധനമന്ത്രി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകമൊന്നാകെ പണപ്പെരുപ്പം കാരണം പ്രതിസന്ധിയിലായപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലായിരുന്നു. ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യയുടെ പുരോഗതി വരും വർഷങ്ങളിലും അങ്ങനെ തന്നെയാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തന്നെ തുടരുമെന്നും 4% എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് എന്നും ധനമന്ത്രി പറയുന്നുണ്ട്. ദരിദ്രരെയും യുവാക്കളെയും സ്ത്രീകളെയും കർഷകരെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇത്തവണത്തെ ബജറ്റ്. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ നൈപുണ്യ വികസന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തെ ബജറ്റിൽ നിന്നും അവഗണിച്ചു എന്ന വിമർശനവും ശക്തമാണ്. പ്രളയ ദുരിതം നേടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ബീഹാർ, അസം, ഹിമാചൽ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായിട്ട് പരിഗണിച്ചത്. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴികൾക്കും സഹായമുണ്ട്. ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. എന്തായാലും 3ാം മോദി സർക്കാരിന്റെ വരവ് ഇന്ത്യക്ക് കൂടുതൽ കരുത്തു പകരും. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് മധ്യവർഗത്തിനൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. അതേസമയം മറുവശത്ത് വിമർശകരും ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കേരളത്തെ അവഗണിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്.